ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് കാണിക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വിശേഷ അവസരങ്ങളിൽ, അതുപോലെ ഫെസ്റ്റിവൽസിൽ, ഓണം, വിഷു അവസരങ്ങളിലൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ടല്ലേ. പ്രത്യേകിച്ച് ചെറുപയറിൻ്റെ പരിപ്പ് പായസം ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇത് ഞാൻ മുഴുവൻ ചെറുപയറും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരൈറ്റം കൂടി ആഡ് ചെയ്ത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു പായസമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ വരുമ്പോഴത്തേക്കും വരുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പായസത്തിന് വേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ചെറുപയറാണ്. അത് 1/2 കപ്പാണ്. ഗ്രാമിലാണ് 100 ഗ്രാം ഉണ്ട്. ഒരു 10 മിനിറ്റ് അതിനെ കുതിർത്താൻ വെക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പോലത്തെ പൊടിയാണ്. പുറത്തുനിന്ന് മേടിച്ച പൊടിയാണ്. അത് നമുക്ക് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രാമിലാണ് ഒരു 80 ഗ്രാം ഉണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കതിനെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലാണിത് കുഴയ്ക്കുന്നത്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ മൊത്തത്തിൽ ഒഴിക്കരുത്. പെട്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അതിനെ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. അതിനുശേഷം തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ തണുപ്പ് വരുന്ന ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് തന്നെ തണുത്ത് കിട്ടിക്കോളും. അപ്പോൾ അത്ര നേരം നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ശർക്കരയാണ്. ഇപ്പോൾ ഞാൻ പൊടിയായിട്ടുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചത്, പച്ചവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പയറാണ്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് അതിന് വേവിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വേണം വേവിക്കാൻ. ഇപ്പം നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇപ്പം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാത്ത രീതി തണുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കാരണം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഇതെടുക്കാനായിട്ട്. നല്ലപോലെ തണുത്ത് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തെങ്കിലേ നമുക്കതിനെ ഒട്ടും ഇങ്ങനെ പൊട്ടിപ്പോകാത്ത ബോൾസ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഇപ്പോൾ കയ്യിലൊട്ടുന്ന വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ചെറിയ സൈസിൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുവാണ് അത്ര നല്ലത്. തീരെ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് കിട്ടുന്നത്. നല്ല ടേസ്റ്റ് കൂടുതൽ. കാരണം നമ്മൾ ആ മിക്സിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വരാൻ പറ്റിയത് നമുക്ക് ചെറിയ ബോളായിരിക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനായിരുന്നു. ഇപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പയർ വേവിച്ചപ്പം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. നല്ലപോലെ നീറ്റായിട്ടുള്ളൊരു പാൻ വേണം. കാരണം നമ്മൾ ഇതിനകത്ത് പശുവും പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും അത് ഇങ്ങനെ സ്പ്ലിറ്റ് ആവാതിരിക്കാനായിട്ട് പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 250 ml പാലാണ്. അതുപോലെ ഒരു 50 ml വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വരണം. എന്നിട്ട് വേണം നമ്മൾ നേരത്തെ റൈസ് ബോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അരിപ്പൊടി കുഴയ്ക്കുമ്പോൾ വേണമെങ്കിലും പഞ്ചസാരയിട്ട് കുഴയ്ക്കാമായിരുന്നു. ഇപ്പം ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കാതെ വെറുതെയാണ് കുഴച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. ഇത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളർ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ ഇഷ്ടമുള്ള ഷുഗർ ചേർക്കാം. അതിനകത്തൊരു കാര്യമൊന്നുമില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈ പഞ്ചസാരയും പാലും ഈ റൈസ് ബോൾസും കൂടി നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം. അത്ര നേരം നമുക്കത് 10 മിനിറ്റ് അടച്ചു വെക്കണം. അത് റെഡിയാകുന്ന സമയത്ത് നമുക്ക് വേറൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെന്തിരിക്കുന്ന പയറും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഈ ശർക്കര പാനിയിൽ ഈ ചെറുപയറിനെ ഇട്ട്
നല്ലപോലെ നമുക്ക് വരട്ടിയെടുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം കുറഞ്ഞ് നല്ലപോലെ പറ്റി വരണം. ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിനകത്തോട്ട് ഈ നെയ്യുടെ ഫ്ലേവറൊക്കെ ആ പയറിലോട്ടും ശർക്കരയിലോട്ടും പിടിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടോ, ശർക്കരയൊക്കെ വറ്റി ആ പാനിയൊക്കെ പയറിനോട് ചേർന്ന് അത് നല്ലൊരു ഫോമായിട്ടുണ്ട്. ആ ഒരു ഫോമിലെത്തുമ്പോഴത്തേക്ക് വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ബോൾസും പാലും കൂടെയുള്ള മിക്സ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇട്ടതിന് ശേഷം കാരണം ഇതെല്ലാം റെഡിയാണ്. ഇനി ഒത്തിരി നേരമൊന്നും ഇതിനിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാരണം ചിലപ്പോൾ ഈ റൈസ് ബോൾസ് കുറച്ച് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചതായതുകൊണ്ട് 1 ടീസ്പൂൺ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച വെറുതെയാണ് ഏലക്ക ഇടുന്നത്, അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ നമ്മൾ പായസത്തിൽ 500 ml ആണ് മൊത്തം പാലെടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ പകുതി ഒഴിച്ച് കൊടുത്തു. ഇനി ബാക്കി 250 ml ഉള്ളത് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ മതി നമുക്ക് പായസത്തിൻ്റെ വേവ്. ഒത്തിരി ഒന്നും വേവിക്കാനില്ല, കാരണം എല്ലാം ഓൾറെഡി നല്ല പോലെ മിക്സായിട്ടിരിക്കുകയാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സായി നല്ല പോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാകും. ഇപ്പോൾ നല്ല പോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഫൈനൽ ടച്ചിലോട്ട് ലാസ്റ്റ് ഗാർണിഷിംഗ് ആണ്. അപ്പം അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് റേസിൻസും കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം രണ്ടും അതേപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പായസത്തോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ളൊരു പായസമാണ്. സത്യത്തിൽ ഇതിൻ്റെ റൈസ് ബോൾസും അതുപോലെ തന്നെ പയറും കൂടിയൊക്കെ കടിക്കാൻ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കൊഴുക്കട്ട എത്രത്തോളം സോഫ്റ്റ് ആണോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് തേങ്ങ ചിരണ്ടി പാൽ പിഴിയൊന്നും ആവശ്യമില്ല. നമ്മുടെ സാധാരണ പാൽ ഉപയോഗിച്ച്, പശുവും പാൽ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റുന്നൊരു പായസവും കൂടിയാണിത്. ഇപ്രാവശ്യം ഓണത്തിന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.